കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്യുന്നു. എനിക്കതിനെക്കുറിച്ച് അത്ര ആധികാരികമായിട്ട് പറയുന്നത് എല്ലാവരുടെയും കണക്കനുസരിച്ച് അതാണ് എന്ന് മാധ്യമങ്ങളും ബാക്കിയുള്ളവരും എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കുകയല്ലേ. ഈ മഴക്കാലം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ നനയുന്ന പോലെ ഇവർ രാവിലെ തൊട്ട് നനഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരം രാത്രി ആയാലും അത് കണ്ടിന്യൂ ചെയ്യും. അല്ല, ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആളുകളൊക്കെ പറയുന്ന പോലെ ഭീകര ബഡ്ജറ്റ് ഒന്നും ആയല്ല. പക്ഷെ വാർത്തകൾ വരുന്നൊരു സത്യമില്ല. അല്ല, അത്ര ഭീകര ബഡ്ജറ്റ് ഒന്നും ആയ സിനിമല്ലേ. തരുൺ അവിടുന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോർജ് തകർക്കും എന്ന് പറഞ്ഞു. എന്റെ കഥയാണ് ഈ കഥയിലെ നായകൻ, ഈ ജോർജ് ആരാണ്. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ഇങ്ങോട്ട് ചേട്ടാ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞു. ആ എഡിറ്റ് ചെയ്ത് അയച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ആ സെക്കൻഡിൽ ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ അയച്ചു. നോക്കി തീരുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ വിളിച്ചു. ഞാനും നോക്കി കുറച്ചേ കണ്ടുള്ളൂ. ഉടനെ ഞാൻ വിളിച്ചത് ഇതെന്താ പെർഫോമൻസ് എന്ന് ചോദിച്ചു. അല്ല, ഉരുൾപൊട്ടൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോ ഞങ്ങൾ വരുന്നത്. നന്ദു പൊതുവാൾ ആണ് അതിനകത്ത് ആക്ട് ചെയ്തിട്ട് രക്ഷിക്കണേ എന്ന് പറയുന്നത്. ആ രക്ഷിക്കണേ എന്ന് പറയുന്നത് അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അയാൾ അറിയാതെ നിലവിളിച്ചു പോകും. ഇതിനകത്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു നമ്മൾ എന്തെല്ലാം ആ ഒരു മോഹൻലാൽ പണ്ട് കണ്ടിരുന്ന ലാലേട്ടനിൽ നിന്നുണ്ട് എന്തെല്ലാം ഉണ്ടോ അത്തരം നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. തുടരുമെന്ന സിനിമയുടെ ഐതിഹാസിക വിജയത്തിന് ശേഷം സംസാരിക്കാൻ പ്രൊഡ്യൂസർ എം രഞ്ജിത്ത് ചേരുന്നു. നമസ്കാരം. നമസ്കാരം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ സിനിമ തന്നെയായിരിക്കുമോ തുടരും? ഞാൻ തന്നെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എനിക്കതിനെക്കുറിച്ച് അത്ര ആധികാരികമായിട്ട് പറയുന്നത് എല്ലാവരുടെയും കണക്കനുസരിച്ച് അതാണ് എന്ന് മാധ്യമങ്ങളും ബാക്കിയുള്ളവരും എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പുള്ള എല്ലാ ചരിത്രവും മാറ്റിക്കൊണ്ടാണ് ഈ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സത്യമാണ്. അത് നമുക്കൊരു പുതിയ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനത്തെ ഒരു വലിയ വിജയമെന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. കാരണം എൻ്റെ ലൈഫിൽ അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. ഈ ഫോണിലേക്കോ മെയിലിലേക്കോ ഒക്കെ DCR റിപ്പോർട്ട് ഇങ്ങനെ വരുന്നു, എല്ലാ ദിവസവും എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അത് വല്ലാത്തൊരു സന്തോഷമല്ലേ? പിന്നെ അതെന്താ വെച്ചാൽ രണ്ടും കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ സിനിമയിൽ പരാജയം അനുഭവിച്ചിട്ടുണ്ട്, വിജയം അനുഭവിച്ചിട്ടുണ്ട്, ആവറേജും അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണല്ലോ. പണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡെയിലി വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാ തിയേറ്ററുകളും ഫോൺ ചെയ്ത് പറഞ്ഞതിന് ശേഷം ഒരു മാനേജർ ഇരുന്ന് എഴുതി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു ജോലിയായിരുന്നു. ഇന്നിപ്പോൾ ഉടൻ തന്നെ വരുമല്ലോ, വരും എല്ലാം അപ്പം എല്ലായിടത്തും വായിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെറിയ പ്രായത്തിൽ വിജയവും പരാജയവും ഇമ്മീഡിയറ്റ് കണ്ടു. പിന്നെ അതിന് ശേഷം ആവറേജ് പോയി, പിന്നെ ഹിറ്റുകളുണ്ടായി, പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഹിറ്റ് വരുന്നു. ഇതെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി കാണുകയല്ലേ. എല്ലാ ദിവസവും ഈ പറയുന്ന അത് മാത്രമല്ല, നമ്മൾ കളക്ഷൻ മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ എത്ര പേരുള്ള മെസ്സേജാണ്. ഈ ഒരു സാമ്പത്തികമായ വിജയം നേടുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ഒരു സിനിമയുടെ സക്സസ്. നമ്മൾ പലപ്പോഴും മറക്കാത്ത സിനിമകളായിട്ട് പറയുന്ന എത്രയോ സിനിമകളുണ്ട്. അതെല്ലാം നമ്മളെ ആകർഷിച്ചിരിക്കുന്ന ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ സിനിമ കുറേ കാലം സംസാരിക്കുമെന്ന് പറയുമ്പോൾ അതൊരു ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചത് ഞാൻ വലിയ കാര്യമായി കാണുന്നത് അതാണ്. ഈ വെള്ളം പമ്പ് ചെയ്ത ഹെൽപ്പേഴ്സും ലൈറ്റ് ബോയ്സിനെയും തൊട്ട് ഞാൻ നന്ദി പറയുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? അത് എന്താ പറയുക, സിനിമയിൽ നമ്മൾ അത് എല്ലാവരും മനസ്സിലാക്കേണ്ടായിരുന്നു. ഈ രാവിലെ നമ്മൾ ജോലി തുടങ്ങുന്നത് ആദ്യത്തെ ആളുടെ പ്രൊഡക്ഷൻ ബോയ്സാണ്. അവരെല്ലാവരെയും വിളിച്ചുണർത്തി ഒരു ഈ തലേ ദിവസം ചിലപ്പോൾ ഒരു പക്ഷേ 4 മണി വരെ ഷൂട്ട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ 3 മണി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് തന്നെ പണ്ട് കാലത്തൊക്കെ വന്ന് ഇവർ വിളിക്കുമ്പോൾ ഭയങ്കര അവരോട് ഒരു ഇഷ്ടമില്ലാത്ത തരത്തിൽ ആളുകൾ പെരുമാറുമ്പോഴും ചിരിച്ചോണ്ട് ചേട്ടാ രാവിലെ തന്നെ ഷൂട്ടിംഗ് ഉണ്ടേ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ചേട്ടാ ഗുഡ് മോർണിംഗ് പറയുന്ന യൂണിറ്റുകാരുണ്ട്. ആർട്ട് ഇങ്ങനെ ഈ സെക്ഷൻ ഇല്ലാതെ
മലയാളത്തിലല്ല, ഈ ഒരിടത്തും പണ്ട് കമലഹാസൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. കാരണം പുള്ളി പറഞ്ഞു വെച്ചാൽ പുള്ളിയുടെ ഒരു ഫങ്ഷനിൽ പുള്ളി പറഞ്ഞത്, അല്ല പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പറഞ്ഞത്, കാരണം ഈ ഒരുപാട് തൊഴിലാളികളുടെ വിയർപ്പിൽ നിന്നാണ് ഈ കമലഹാസൻ ഉണ്ടായത്. അപ്പോൾ സിനിമ ചെയ്തിട്ടുള്ള എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഈ പ്രൊഡക്ഷൻ തൊട്ട് നമ്മുടെ ഈ ലൈറ്റ് ബോയ്സ് തൊട്ട് ആർട്ട്, അങ്ങനത്തെ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അത് ക്രെയിൻ, എല്ലാ വിഭാഗമുണ്ട്. അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ സിനിമയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടറിയാമല്ലോ, അത് ഈ ഫോറസ്റ്റിൽ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് മുഴുവൻ ഒരു മഴക്കാലമാണ്. അപ്പോൾ ഈ മഴക്കാലം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ നനയുന്ന പോലെ ഇവർ രാവിലെ തൊട്ട് നനഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരം രാത്രി ആയാലും അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്നൊരു കാര്യമല്ലേ, ഒരു വിജയമെന്ന് പറയുമ്പോൾ അവരെ മറക്കാൻ പാടില്ലല്ലോ. അത് ഞാനൊരു കാരണവശാലും മറക്കില്ല. കാരണം വെച്ചാൽ എനിക്കത് എൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. കാരണം അത് പണ്ട് തൊട്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ സിനിമയിൽ നമ്മൾ ഒരാളുടെ മാത്രമേ, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. കാരണം ചില നമ്മുടെ പ്രൊഡക്ഷൻ ബോയ്സ് ആയാലും ലൈറ്റ് ബോയ്സ് ആയാലും ചില ആളുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് ഒരു ചേട്ടാ അതേ അവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു, അതിപ്പോൾ അവിടെ ഇല്ല എന്ന് പറയുന്നത് എത്ര സിൻസിയറായിട്ടാണ്. അത് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണെന്ന് അവർ വന്ന് പറയും. അതെ. അപ്പോൾ സിനിമയിൽ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. താഴെ ഉള്ളവരൊന്നും മുകളിലുള്ളവരൊന്നും ഇല്ല, എല്ലാവരും ചേരുന്നതാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും നമ്മൾ മറക്കത്തില്ല. പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാശിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അതവരെ ഓർക്കാതിരുന്നാൽ അതൊരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കും. എത്രത്തോണ്ട് അതിനെ തുടർന്ന് പറയാൻ പറ്റുന്നറിയില്ല. ഈ തുടരുന്ന ബഡ്ജറ്റ് അപ്പോൾ ശരിക്കും എത്രയാണ്? അല്ല, ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആളുകളൊക്കെ പറയുന്ന പോലെ ഭീകര ബഡ്ജറ്റൊന്നും ആയല്ല. പക്ഷേ വാർത്തകളിൽ വരുന്നൊരു സത്യമില്ല. അല്ല, അത്ര ഭീകര ബഡ്ജറ്റൊന്നും ആയ സിനിമല്ല. ഞാൻ കറക്റ്റായിട്ടുള്ള ബഡ്ജറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ അല്ലാതെ എനിക്ക് പറയാനൊരു മടിയെന്നുള്ള ആളെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ സിനിമ എന്ന് പറയുന്നത് അതിൽ എന്തെല്ലാം ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഉണ്ട്. ആ പോലീസ് സ്റ്റേഷനെ കാണുന്ന ഫുൾ സെറ്റാണ്. ആ കിടക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ഇട്ടതാണ്. അവിടെ മുഴുവൻ പഴയ വാഹനങ്ങൾ കിടക്കുന്നതല്ലേ, ഒരുപാട് വണ്ടി പിടിച്ചിട്ടിരിക്കുന്നു. കാര്യം ഒരിക്കലും അതാ നേരിട്ട് വന്നാൽ പോലും അതൊരു സ്റ്റേഷനിലെന്ന് ആർക്കും മനസ്സിലാവില്ല. അതുപോലെ പെർഫെക്ഷനിലാണ് അതൊക്കെ ചെയ്തത്. അതൊക്കെ ഗോകുലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വാഹനങ്ങളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട വാഹനങ്ങളാണെന്നറിയാം. ബസ്സും മറ്റു ലോറിയും അതും ഇതൊക്കെ പഴയത് പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നമ്മൾ ആ കഥയുടെ ഒരു മെയിൻ പോയിൻ്റാണ് ആ പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ അകത്തുള്ള എല്ലാ സീക്വൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി അതിലെങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യണം, അതെങ്ങനെ എന്നുള്ളത് ഡയറക്ടറും ക്യാമറമാനും ആർട്ട് ഡയറക്ടറും കൂടെ പോയി അത് എങ്ങനെയൊക്കെ എന്തൊക്കെ വേണം, എവിടുന്ന് നോക്കിയാൽ അത് കാണണം, എങ്ങോട്ടുള്ള വാതിൽ വേണം, അതെല്ലാം കൃത്യമായി ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നതായാലും അതിലും ശരിക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ സിനിമയ്ക്ക് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അത് ആ സിനിമയിലുണ്ട്. അതിൽ കുറേ ഔട്ട്ഡോർ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇൻഡോർ ആണല്ലേ? അതെ. അതായത് ഈ ഉരുൾപൊട്ടൽ സീക്വൻസ് ഒക്കെ ആക്ച്വലി അല്ല, ഉരുൾപൊട്ടൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോ ഞങ്ങൾ വരുന്നുണ്ട്. അത് സാധാരണ ആൾ കാണുമ്പോൾ അത് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഏക്കർ കണക്കിന് ഭൂമി അത് അങ്ങനെ ആ തരത്തിൽ ആക്കി JCB കൊണ്ട് കിളച്ച് മറിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ ഈ വാഹനങ്ങളൊക്കെ ഇട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തൊരു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കഥ പ്ലാൻ ചെയ്യുമ്പോഴോ ഈ സംഭവം പ്ലാൻ ചെയ്യുമ്പോഴൊന്നും നമ്മൾ ഈ കണ്ട ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കഥയിൽ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം നമ്മൾ കാണുകയാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ. കാരണം നമ്മുടെ കഥയുടെ മെയിൻ പോയിന്റ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പക്ഷേ അത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഭീകരമായ പാടുപെട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ചെളിയിൽ ഇറങ്ങി കുഴഞ്ഞു മഴങ്ങുന്ന ചെളിയിലൊന്നും ആളുകൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ നമ്മളൊരു എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം അത് അത്രമാത്രം കൃത്യമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് ആംഗിൾ ഷോട്ടുണ്ട്. ആ ടോപ്പ് ആംഗിൾ ഷോട്ടൊക്കെ ഒറിജിനൽ ടോപ്പ് ആംഗിൾ ഷോട്ടാണ്. ഫസ്റ്റത്തെ പൊട്ടലൊക്കെ അല്ല, ആദ്യം അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാൽ ഞാനിപ്പോൾ നമ്മളൊരു ഒരു ടോപ്പിൽ നിന്ന് വന്നിട്ട് നമ്മൾ കാണുമ്പോൾ അത്രയും പോർഷൻ കാണിക്കുന്നില്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാറ് അതിനുള്ളിൽ കുഴിച്ചു വെച്ചിരിക്കുകയാണോ? കാർ അതിനകത്ത് കിടക്കല്ലേ, ജീപ്പാണല്ലോ ഉണ്ട്. ജീപ്പുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമയിൽ എന്താണോ ആവശ്യം
അത് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അതിനകത്ത് ആലോചിക്കുന്നത്, ഞാൻ നന്ദു പൊതുവാൾ ആണ് അതിനകത്ത് ആക്ട് ചെയ്തിട്ട് രക്ഷിക്കണേ എന്ന് പറയുന്നത്. ആ രക്ഷിക്കണേ എന്ന് പറയുന്നത് അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അയാൾ അറിയാതെ നിലവിളിച്ചു പോകും. കാരണം രാത്രി വെള്ളം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ശരിക്കും നന്ദു ശരിക്കും പറഞ്ഞു ഞാൻ അല്ലെങ്കിലും കരഞ്ഞേനെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ എല്ലാം ഭയങ്കര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോറസ്റ്റിലൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നതൊക്കെ എല്ലാം അത് ക്യാമറാമാനും ഷാജിയെക്കുറിച്ചും അതിനകത്ത് പറയാൻ പറ്റില്ല, ആ ഡയറക്ടറും എല്ലാം. പക്ഷെ എല്ലാ വിഭാഗത്തിലുള്ളവരും അതാണ് ഇതിനകത്ത് ഒരു അർഹതപ്പെട്ടവരാന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരും മറക്കുമോ, ഇതിൻ്റെ സൗണ്ട് മിക്സ് മറക്കും, എല്ലാ വിഭാഗം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഡിക്സൺ എന്നുവെച്ചാൽ പുറത്ത് കാണാനില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഈ മറ്റേ കഴിവില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഇത്രയും കോർഡിനേറ്റ് ചെയ്യാന്ന് അതൊക്കെ അവരൊക്കെ ഭയങ്കരമായി സഹകരിച്ചു. അതിനകത്ത് എല്ലാ വിഭാഗം എല്ലാം ഞാൻ പറയുന്ന ഒരാളെപ്പോലും വിട്ടു പറയാൻ പറ്റില്ല, അത്രമാത്രം നന്നായി പ്രവർത്തിച്ചതിൻ്റെ വിജയം തന്നെയാണ് നമ്മുടെ സിനിമ. പ്രകാശ് വർമ്മ ഇത് ചെയ്താൽ ഇത് നായകനെ പലപ്പോഴും മുകളിൽ പോകുന്ന നായകനെ വിറപ്പിക്കുന്ന വില്ലനാവും, അത് വല്ലാത്ത ചോയ്സ് ആയിരുന്നില്ലേ? അല്ല, എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഭയമില്ലാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള പല സിനിമകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് എന്ന സിനിമയിൽ അന്ന് ഹരീഷ് പേരടിയാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. അത് ശരിക്കും കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൽ പാളിപ്പോയാൽ ആ സിനിമ ഒരിടത്ത് നിൽക്കില്ല, അല്ലേ? അപ്പോൾ ശരി, അങ്ങനെ നമുക്ക് അത് ചിലത് നമുക്ക് അപ്രതീക്ഷിതമായി അന്ന് ആ സിനിമയിൽ ഈ ക്യാരക്ടറെ കുറിച്ച് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഡിസ്കഷൻ സമയത്ത് തരുണും സുനിലും എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പരീക്ഷണത്തിൽ നമുക്കൊരാളെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്, അത് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ അങ്ങനെ പല തരത്തിലിരിക്കുമ്പോഴാണ് ഈ KR സുനിലിന് സത്യത്തിൽ പറഞ്ഞ പ്രകാശ് വർമ്മയായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പോൾ സുനിലിൻ്റെ ഒരു ബുക്ക് ഡോക്യുമെൻ്റ് ആക്കാനും ഒക്കെ ആയിട്ട് വന്ന് ഇവർ തമ്മിൽ ഡിസ്കഷനൊക്കെ നടന്നിരുന്നു. സുനിലാണ് ഒരു ദിവസം ഇങ്ങനെ പറയുന്നത്, ഈ പ്രകാശ് വർമ്മയുടെ ഒരു ഫിഗർ ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് വില്ലനാക്കിയാലോ. അപ്പോൾ തരുൺ ആദ്യമേ തന്നെ ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇദ്ദേഹത്തെ ഒന്ന് ശരിയാക്കി എടുത്താൽ കറക്റ്റായിരിക്കും. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്കിത് അറിയാമെന്നോ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുമെന്നോ എനിക്കൊരു വിശ്വാസമില്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മോഹൻലാൽ അഭിനയിക്കുന്നു, ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശോഭന അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വലിയൊരു സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വന്ന് 3-4 ദിവസം കഴിയുമ്പോൾ എന്നെ മാറ്റാനും പറ്റുന്നില്ല, നിങ്ങൾ അത് ബുദ്ധിമുട്ടും ആകരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി അങ്ങനെ തീരുമാനിച്ചാൽ പല 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 ആളുകളെ നമ്മൾ എന്തായാലും മലയാളത്തിലും അല്ലെങ്കിൽ സ്ഥിരമായി വരുന്ന ഒരാൾ വന്നാൽ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇത് മനസ്സിലാവും. അപ്പം നമുക്കൊരു ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നിടം വരെ ഇത് മനസ്സിലാകാതെ കൊണ്ടുപോയാലേ ഈ സിനിമയ്ക്കൊരു ആകർഷണമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഇത് വേണമെന്ന് ആലോചിച്ച്. അപ്പോൾ അതുകൊണ്ട് മറ്റു ലാംഗ്വേജിൽ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടുത്തെ ഡ്രാമ ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇത് ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടാൽ അത്ഭുതപ്പെട്ടു. കാരണം വളരെ നമ്മൾ എത്രയോ വർഷമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഈ നമ്മുടെ ആ പറയുന്ന ഒരു വെറുതെ ഒന്ന് നമ്മൾ ഒരു വീഡിയോ ഒരു ടെസ്റ്റിന് വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്. ശരിക്കും അപ്പം തന്നെ തീരുമാനിച്ചു, ഇതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. തരുൺ അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ജോർജ് തകർക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ ഇങ്ങോട്ട് ചേട്ടാ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞു. ആ എഡിറ്റ് ചെയ്ത് അയച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ആ സെക്കൻഡിൽ ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ അയച്ചു. എന്നുവെച്ചാൽ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാനത് നോക്കുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ വിളി വരുമെന്ന്. ഇപ്പം ഞാൻ നോക്കി തീരുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ വിളിച്ചു. ഞാനും നോക്കി കുറച്ചേ കണ്ടുള്ളൂ, ഉടനെ ഞാൻ വിളിച്ചത് ഇതെന്താ പെർഫോമൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും ഒരു ഒന്നും പറയാനില്ല. അയ്യോ അത് തന്നെയല്ല, ഫസ്റ്റ് ഡേ എടുത്തിരിക്കുന്നത് ഭയങ്കര ഹെവി സീക്വൻസാണ്. ഒരാളെ വെച്ച് നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി എത്ര ഭംഗിയായിട്ടാണ് ഷൂട്ട്. ഫസ്റ്റ് വന്നു വെച്ചാൽ ആ വീട്ടിൽ വന്നിട്ട് മരണം അറിയിക്കാൻ വേണ്ടി സീക്വൻസാണ് മഴയത്ത്. അതിന് മുമ്പ് ചെറിയ ഷോട്ടുകൾ എടുത്തുള്ളൂ. അതാ ചെയ്തിരിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ അതൊരാൾ എത്രയോ വർഷമായി അഭിനയിച്ച ഒരാളെ പോലല്ലേ വന്ന് ചെയ്യുന്നു. നമുക്ക് അതെന്ന് വെച്ചാൽ എല്ലാം ഇത് പല ആളുകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ അത് അങ്ങനെ
ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളാരും തിരിച്ചറിയാതെ പോയത് ഭയങ്കര കഷ്ടമാണ്. കാരണം ഇത്രയും വർഷമായിട്ട് അതെ. ഇങ്ങനൊരാൾ എന്ന് പറയുന്നതേ. ഇനി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കും എന്തായിരിക്കും അല്ല, അദ്ദേഹം? കാരണം അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഇത്രയോ വലിയൊരു ക്രാഫ്റ്റ്മാൻ ആണ്. ഇനി അദ്ദേഹം സിനിമ ചെയ്യുമോ? ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം നിർവ്വാണ എന്ന് പറഞ്ഞൊരു ആഡ് ഫിലിം കമ്പനി നടത്തുന്ന ആളാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ ആഡ്സ് പുള്ളിയാണ് ചെയ്തത്. ബ്രിട്ടീഷ് എയർവേസോ, വാട്സപ്പ്, നെറ്റ്ഫ്ലിക്സ്, വാട്സപ്പ് എല്ലാ ആഡ്സും പുള്ളിയുടെയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആഡ്സൊക്കെ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് അതിന് തന്നെ സമയമില്ല. അതൊക്കെ വലിയ ബഡ്ജറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റി വെച്ച് വരത്തക്കവണ്ണം ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ പുള്ളിക്ക് വരാൻ പറ്റുള്ളൂ. കാരണം പുള്ളിക്ക് അത്ര അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണെങ്കിൽ വരും. അതല്ലാതെ പുള്ളിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ചെയ്തിട്ടില്ല. പക്ഷെ ഒരു വലിയ കമ്പനി നടന്ന ആളല്ലേ. അപ്പം അതുകൊണ്ട് നോക്കണമല്ലോ. ഇതില് ഏറ്റവും നല്ല നടൻ ശരിക്കും തരുൺ മൂർത്തിയാണ്. കാരണം അദ്ദേഹം ഇന്റർവ്യൂകളിൽ കൊടുത്തപ്പോൾ കാണിച്ചൊരു കൈയടക്കമുണ്ട്. ഒരിടത്ത് പോലും ഇപ്പൊ എന്താ പറയാ, തിയേറ്റർ മൊത്തം നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള നിമിഷങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഈ സിനിമയെ പോലെ ഇരിക്കും, ഈ സിനിമയെ പോലെ ഇരിക്കും, ഇതൊരു ഫാൻ ബോയ് സംഭവങ്ങളാണ്. ശരിയാണ്, ഇതൊക്കെ ഈ സിനിമയുടെ അകത്തുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കീവേഡുകൾ പറഞ്ഞാൽ അവിടെ തൊട്ട് പ്രതീക്ഷ ജനറേറ്റ് ആവും. അത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സാധാരണ സിനിമയാണ്, ഫാമിലി ഡ്രാമയാണ് എന്ന് പറയും. പെർഫോമൻസുകളെ പറ്റിയിട്ട് പറഞ്ഞു പോവുക ചെയ്തിട്ടുള്ളൂ. ബുദ്ധിപൂർവ്വം പ്രകാശ് വർമ്മ എന്നുള്ള പേര് പോലും ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. വില്ലൻ ഉണ്ട് എന്നുള്ളത് പോലും മെൻഷൻ ചെയ്തില്ല. ശരിക്കും ഇതൊക്കെ തരുൺമൂർത്തിയുടെ പ്ലാൻ ആയിരുന്നു. ഇത് കൂട്ടായിട്ട് തീരുമാനം ഞങ്ങളെല്ലാവരും കൂട്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ബുക്ക് മൈ ഷോയുടെ ബുക്കിംഗ് ഇതിൽ തന്നെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇന്ന ആളുകൾ അഭിനയിക്കുന്നു, ഫോട്ടോസൊക്കെ ഉണ്ടാവും. അത് ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിലും നോക്കിയാൽ അതിൽ പോലും ഇല്ല. കാരണം നമ്മളൊന്നും ആദ്യം എന്ന് വെച്ചാൽ ഇത് കഥയിലൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് അഭിനയിക്കുന്ന ലാലേട്ടനായാലും ശോഭനയ്ക്കായാലും നമുക്കായാലും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇതിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അമിത വിശ്വാസം കാണിക്കരുതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ വിശ്വസിക്കാന്ന് പറഞ്ഞാലും എത്രയോ വിശ്വസിച്ച സിനിമകളൊക്കെ അല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും വരാമല്ലോ. പക്ഷെ എങ്കിലും എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇതൊരു പരാജയമാവില്ല എന്നറിയായിരുന്നു. ഇതുപോലൊരു വലിയ വിജയമാവും എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ. ഇല്ല, നല്ല സിനിമയാണെന്ന് പറയും, നല്ലതാണെന്ന് പറയും, ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചാണ്. പക്ഷേ എങ്കിലും ഇത്രമാത്രം നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സിനിമയായിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് ഓരോ ദിവസം പറയുന്നത് കേട്ട് പിന്നെ നമ്മൾ അങ്ങനെ അതിലേക്ക് എത്തുകയായിരുന്നു. കാരണം ആദ്യമൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ എല്ലാവരും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചെറിയ ചെറിയ പോയിൻറ്റ്സ് വരെ നമ്മൾ പറയുന്ന, നമ്മൾ ആലോചിച്ചിരുന്നതിനേക്കാൾ വ്യക്തതയോടുകൂടിയാണ് പലരും പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എത്രമാത്രം ആഴത്തിൽ ആളുകൾക്ക് എത്തി എന്നുള്ളത്. കാരണം പല സിനിമകളും ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള പല സിനിമകളും പല സീക്വൻസും മറന്നു പോകാറുണ്ട്. ഇതിൽ ഓർത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ നമ്മൾ എന്തെല്ലാം ആ ഒരു മോഹൻലാൽ പണ്ട് കണ്ടിരുന്ന ലാലേട്ടനിൽ നിന്നുള്ള എന്തെല്ലാം ഉണ്ടോ അത്തരം നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഞങ്ങളോടൊപ്പം ചേട്ടൻ നിൽക്കുകയും ചെയ്തു. കാരണം തിരിച്ചു ട്രോളുന്ന കാര്യം ആയപ്പോലും പുള്ളി ചിരിച്ചുകൊണ്ടത് കൂടെ നിന്ന് ചെയ്യും. കാരണം ചേട്ടനെ തന്നെ മോശമായി പറയുന്ന അല്ലെങ്കിൽ കളിയാക്കി പറയുന്ന കാര്യങ്ങൾ സാധാരണ ഒരാൾ ചെയ്യില്ലല്ലോ. അതൊന്നും പ്രശ്നമല്ലല്ലോ. അല്ല സാർ, ഞങ്ങൾക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് ലാൽ സാറിന്റെ ട്രോൾ എന്നതിനെ പറ്റിയിട്ടൊന്നും അവെയർ അല്ല, അല്ലെങ്കിൽ ലാൽ സാറിന്റെ ഇപ്പോൾ താടിയുടെ ട്രോൾ എന്നതിനെ പറ്റി അവെയർ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ വാലിബ് എന്നുള്ള സിനിമ ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വേൾഡിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുക. കാരണം അദ്ദേഹത്തിന് ചുറ്റും ഉള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വിജയത്തെ പറ്റി മാത്രമേ അദ്ദേഹത്തിനോട് പറയുന്നുണ്ടാവും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുള്ള ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ലാലേട്ടൻ അപ്ഡേറ്റഡ് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന്. പക്ഷെ ശരിക്കും തുടരും അതൊക്കെയുള്ളൊരു തിരിച്ചടിയായിരുന്നു. പലരുടെയും മുഖത്തടിച്ച പോലെ. കാരണം ലാലേട്ടൻ തന്നെ ലാലേട്ടൻ ട്രോളിക്കൊണ്ടിരിക്കുന്നത് അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അതെന്താ വെച്ചാൽ എല്ലാം കാണുന്ന ഒരാളാണ്, എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളൊരാൾ ഭയങ്കരമായിട്ട് ചേട്ടനോട് ഇപ്പോൾ ഒരു ഓടാത്ത പടത്തെക്കുറിച്ച് പൊക്കി പറഞ്ഞാലും ചേട്ടൻ അപ്പം തന്നെ തിരിച്ചിരിക്കും, അത് അത്ര വേണോ എന്ന് ചെയ്യും. കാര്യമാണ്. എനിക്കങ്ങനെ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എന്നാൽ ആരോടും പരിഭവമില്ലാതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുന്ന ആളാണ്. എല്ലാം തിരിച്ചറിയും.
നല്ല അത്യാവശ്യം കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന, പിന്നെ ഒരു കഥ കേട്ടാലോ കാര്യങ്ങൾ, അബദ്ധങ്ങൾ ഇഷ്ടം പോലെ പറ്റുമല്ലോ മനുഷ്യനാണ്. പക്ഷെ അബദ്ധങ്ങൾ പറ്റുമ്പോഴും 40 വർഷമായി ഈ അബദ്ധങ്ങൾ എത്ര ഉണ്ടായാലും എത്രയോ മറക്കാൻ പറ്റാത്ത സിനിമകൾ നമുക്ക് തന്നിട്ടില്ലേ. അപ്പോൾ അതൊരു വലിയൊരു പ്രതിഭ തന്നെയാണത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരാൾ ഇത് വെച്ച് ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഇത്ര എളിമയോടുകൂടി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുള്ളൊരു ഇത് മലയാളത്തിലാണ്. അതെ അതെ അതെ. അത് പ്രത്യേകിച്ച് പഴയകാല ആളുകൾ കൂടുതൽ. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ഒരാളുടെ അടുത്തേക്ക് എത്താൻ എന്ത് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. മാനേജറിന്റെ അപ്പോയിൻമെന്റ് നമ്മൾ ആദ്യം എടുക്കണം, പിന്നെ ബൗൺസേഴ്സ് മറ്റേ മറിച്ച് അങ്ങനത്തെ. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ലല്ലോ. കാരവാനകത്ത് മാത്രമേ ഇരിക്കൂ, അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഇടയിൽ പിന്നെ ചേട്ടനൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കുഴപ്പങ്ങളും അറിയും. തമാശയായിട്ട് പോലും നമ്മൾ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പോലും അത് അങ്ങനെ തന്നെ കാണുന്ന ഒരാളാണ്. നമ്മൾ ഒരു കളിയാക്കി പറഞ്ഞാൽ പോലും ചേട്ടൻ അതൊരു പ്രശ്നമല്ല. കാരണം അതാണ് എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ ഒന്നും അറിയാൻ മേലാതെ ഒരാൾ അങ്ങനല്ല, എല്ലാം അറിയാം. ഈ എന്നാൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന പോലും പറയുമ്പോൾ ചേട്ടൻ പറയും വേറൊന്നും കൂടെ വേണേ ഉണ്ട്, അത് വേണോ, അതാണ് വെട്ടിയിട്ട് വളർത്തുണ്ട്. അതുപോലെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബ്രില്യൻസ്, ഇപ്പോൾ ഒരു തമിഴ് നടനെ ലാലേട്ടനൊപ്പം ഫോട്ടോയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഫ്ലാഷ് ബാക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇത് വേറെ ഏതെങ്കിലും ഒരു സംവിധാനകനാണെങ്കിൽ അവിടെ പ്രഭുവിനെയോ ശരത് കുമാറിനെയോ ഒക്കെ ഉപയോഗിക്കുള്ളൂ, കാരണം ഇവർ തമ്മിൽ ഒരേ കണ്ടംപററീസ്, ഒരേ കാലഘട്ടം. പക്ഷെ അവിടെയാണ് നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ട് വിജയ് സേതുപതിനെ ഉപയോഗിക്കുന്നത്. കാരണം വിജയ് സേതുപതി ഇപ്പോഴത്തെ ആളുകൾക്ക് എല്ലാവർക്കും കണക്ട് ആവും, എല്ലാ ആളുകൾക്കും കണക്ട് ആവും. വിജയ് സേതുപതിയുടെ പ്രായവും ലാലേട്ടന്റെ പ്രായവും ആ ഫോട്ടോകളിൽ ഏകദേശം ഒരേപോലെ. അത് വല്ലാത്തൊരു പുതിയ, അത് ശരിക്കും എവിടുന്ന ഐഡിയ കിട്ടുന്നത്? അല്ല അങ്ങനെ നമ്മൾ ആളുകൾക്ക് ഒരു നമ്മൾ വയ്ക്കുമ്പോഴും ഫോട്ടോസ് വയ്ക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഓരോന്നും ഇഷ്ടം, നമ്മൾ പല ഇഷ്ടം നോക്കിയിട്ടാണ്. ഇപ്പോൾ അതിൽ തന്നെ ഫോട്ടോ വയ്ക്കും വിജയ് സേതുപതി എന്ന് പറയുന്നത്, നമ്മൾ വിജയ് സേതുപതിയുടെ വെറുതെ ഒരു ഫോട്ടോ വെക്കുന്നതിന് പകരം നമുക്ക് കൂടുതൽ കണക്ഷനുള്ള, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വിജയ് സേതുപതി. വിജയ് സേതുപതിയോട് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു ഫോട്ടോ വെക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് മോഹൻലാൽ സിനിമ അഭിനയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഒരു ഫോട്ടോ എങ്കിലും അഭിനയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിജയ് സേതുപതി അങ്ങനെ വന്നു. കാരണം എല്ലാവരും ചോദിച്ചാൽ ചെയ്യാമായിരിക്കും. ഈ ഭാരതിരാജ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ലാലേട്ടനെ പോലെ ആൾ ഇത്രമാത്രം ഒരു മാസ്റ്റർ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അല്ലെങ്കിൽ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതാര് വേണമെന്ന് ആലോചിക്കുമല്ലോ. അപ്പോൾ എല്ലാത്തിലും ഞാനതുകൊണ്ട് വെച്ചത് തരുൺ ഒരു കാസ്റ്റിങ്ങിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത് പെർഫോം ചെയ്യിപ്പിക്കാൻ അറിയാവുന്നൊരു ഡയറക്ടറാണ്. എന്ത് വേണം എന്ത് വേണ്ടെന്നറിയാം. അതൊക്കെ ചിലത് കൃത്യമായ കാര്യങ്ങൾ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അപ്പോൾ കാസ്റ്റിങ്ങിൽ അത് ചെറിയ ചെറിയ വേഷം അഭിനയിച്ചിരിക്കുന്നവരെ പോലും നോക്കി എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്യാം എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ എത്ര ആക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ അനുരൂപ ഈ ഫസ്റ്റ് ഈ ബോഡി കാണുന്ന അനുരൂപന്റെ ഞെട്ടലിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും അതിനകത്ത് അത് പറഞ്ഞു കൊടുക്കാൻ അറിയാം, ആക്ട് ചെയ്യാൻ. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ നന്നായി ആക്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. അല്ല ശരിക്കും നല്ല ആക്ട് ചെയ്യും. കാരണം ഒരു കഥകളി വർഷങ്ങളോളം പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് എന്ത് കാണിക്കാനും പുള്ളിക്ക് അറിയാം, അതിൻ്റെ ഇമോഷൻസ് അറിയാം എല്ലാം. പക്ഷെ ഇത്രയും ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിട്ടേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്രെയിലർ എഡിറ്റ് ചെയ്ത് കാണിക്കാന്ന് പറയുമ്പോ അത് ഉള്ളിലൊരു കുത്തലുണ്ടാവില്ലേ ശരിക്കും? അല്ലല്ല, ഇതെല്ലാം ഞങ്ങൾ നിരന്തരം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഈ ആക്ഷനും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നമ്മളൊരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എൻഡ് പോർഷൻ ഒരു 30 സെക്കൻഡ്സ് മാത്രമാണ് ആ ട്രെയിലർ നമ്മൾ ലാലേട്ടനൊരു മഴയത്ത് നിൽക്കുന്ന കാണിക്കുന്നത്. പക്ഷെ പലരും അത് തെറ്റിദ്ധരിച്ചത് ഇപ്പൊ തന്മാത്രയിൽ വടക്കുന്നതല്ലേ പോലെ ലാലേട്ടൻ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. ആണ്. പക്ഷെ അപ്പം ഞങ്ങൾ അത്രയും വിട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ അല്ലാത്ത ചില കാര്യങ്ങളിലുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം അടുത്തത് വന്നത് നമ്മൾ മറ്റേ പുറപ്പെടുന്നതെന്നും പറഞ്ഞുള്ള ഒരു തീയുടെ നടുക്കൂടെ ഇങ്ങനെ വരുന്നൊരു ടീസറാണ്. അതിന് മുമ്പ് താടിയുടെ ഒരെണ്ണം വന്നത്. ഈ എല്ലാത്തിലും നമ്മൾ അപ്പം അത് കഴിഞ്ഞ താടിയുടെ വന്നു, അത് കഴിഞ്ഞപ്പം തീയിലൂടെ വരുന്നത് കാണിച്ചു,
അപ്പോൾ പലതും നമ്മൾ വരാനുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഒരു സിനിമയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, പെട്ടെന്ന് റീച്ചാണ്. അപ്പോൾ എല്ലാം ചർച്ച ചെയ്യപ്പെടും. ഹൈപ്പ് കട്ട് ചെയ്യാൻ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ട് ആദ്യം തീരുമാനിച്ച് ഇതിന് ആവശ്യമില്ലാത്ത ഹൈപ്പ് വേണ്ട. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരാർട്ടിസ്റ്റും വന്നിരുന്ന് ഈ സിനിമയ്ക്ക് അതെങ്ങനെ സാധിച്ചു? സംസാരിച്ചിട്ടില്ല. അതാണ് ഒറ്റ ഒരാളും ഇല്ലല്ലോ. അതെ, റിലീസിന് ശേഷമാണ് പിന്നെ ചിലരൊക്കെ ഒന്നല്ലല്ലോ. അപ്പം നമ്മൾ അതൊന്നും വേണ്ട. പക്ഷെ അപ്പോൾ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അതിൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ സിനിമ ഹിറ്റായാൽ ഇടാനൊരു പാട്ട് ഷൂട്ട് ചെയ്ത് വെച്ചത്. അതല്ല എങ്കിൽ അങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സിനിമ പരാജയപ്പെടാൻ ആ പാട്ട് ഇടാനേ പറ്റില്ല. ആത്മാർത്ഥമായിട്ട് പറയാലോ സാർ, ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തൊക്കെ തന്നെ ഫേസ്ബുക്ക് വഴിയുള്ള അവിടെ ഇവിടെയൊക്കെ തന്നെ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും, ഇതൊരു സാധാരണ കുടുംബ ചിത്രമായിരിക്കും, കൂടിപ്പോയാൽ ഒരു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പോലെ ഒരു സിനിമയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ആളുകൾ എഴുതിയിരുന്നത്. ആളുകൾക്ക് വളരെ പ്രതീക്ഷ കുറവായിരുന്നു. അത് ബുക്ക് മൈ ഷോയുടെ ഫസ്റ്റ് ദിവസത്തെ കളക്ഷനും സെക്കൻഡ് ദിവസത്തെ കളക്ഷൻ വ്യത്യാസം തമ്മിൽ നമുക്ക് മനസ്സിലാൻ പറ്റും. ഇതെവിടെയെങ്കിലും ഒരു ഭയമായിട്ട് തോന്നിയിരുന്നു? ഇപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് തന്നെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആകുലത ഉണ്ടായിരുന്നോ? ഇല്ല, അത് തരുന്നത് തന്നെ പറയും. കാരണം വെച്ചാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ പേടിക്കരുത്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് അതിന് വേണ്ട പോസ്റ്റേഴ്സ് മറിച്ച് ബാക്കിയുള്ളത് ഫ്ലക്സ് എല്ലാം വെക്കും. നമ്മളാരും ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു കാര്യം തിരിച്ച് അടി വാങ്ങിക്കരുത്. നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ സംസാരിക്കുന്നത് ഇരട്ടി കണ്ടിറങ്ങുമ്പോൾ സംസാരിക്കും. അപ്പം അതിൻ്റെ വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വെക്കണം എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ മിക്സിങ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാ ടെക്നീഷ്യന്മാരും ഒരുമിച്ച് കണ്ടിട്ട് ഒരാൾ പോലും ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് നമുക്ക് പറയാനില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ അവസാനിക്കുക. അതിന് മുമ്പ് പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് തോന്നുന്നു മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഇത് പ്രേക്ഷകർക്കും ദൈവത്തിനും ഇടയാണ്, നമ്മൾ ഈ സിനിമയിൽ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞാണ്. ആ വിശ്വാസം ഞങ്ങളെ രക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാതെ അത് എന്നിട്ടും ഇത്രയും ഗംഭീരമാണെന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടും ഞങ്ങൾ വെളിയിൽ വന്നൊന്നും പറഞ്ഞില്ല. ഇല്ല, സാധാരണക്കാരെ പോലെ ഞങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുകയാണ് ചെയ്തത്. ഇതിനൊരു ഫാൻ ഷോ ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ആ സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകർ സാധാരണ പോലെ വന്ന് കണ്ടിട്ട് അവരെന്ത് പറയുന്നു അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് പറയാണ്, തരുണൊക്കെ ഒരു ചെറിയ ഇൻ്റർവ്യൂസൊക്കെ അതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും അത് ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. നമുക്ക് അപ്പോഴല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് അബദ്ധം പറ്റാറില്ലേ. ലാൽ സാറിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ പറ്റി അറിയാം. കാരണം ലാൽ സാറിന്റെ സിനിമകൾക്കാണ് ഏറ്റവും അധികം പ്രൊമോഷൻ നമ്മൾ കാണുന്നത്. ദുബായിലെ മറ്റേ ബുർജ് ഖലീഫയിൽ പേരെഴുതി വരുന്നു, ഇവിടെ 4 മണിക്ക് 12 മണി തൊട്ടിട്ടേ ഷോ തുടങ്ങുന്നു, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫാൻസിന്. അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ആണ്. വിജയ്ക്കൊക്കെ തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെയാണ് ലാലിനോട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇതിനെ പറ്റി അവയറായിരുന്നു. അതായത് സാധാരണ പടം പോലെ ഞാൻ ഇതിന്റെ ഫാൻസിന്റെ ആളുകളെല്ലാവരും എന്നെ വിളിച്ചിട്ട്, ഇവരെല്ലാവരും ഒരു സമയത്ത് തന്നെ വിളിച്ചിട്ട് ഈ ഇന്ന സ്ഥലത്ത് മറ്റേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്നത്തെ ഫുള്ളാണ് മറ്റേന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ടൈമും ഒക്കെ അങ്ങ് ഫിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ തന്നെ അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, പോസ്റ്റ് പോലെ അവർക്ക് ഇട്ട് കൊടുത്തു, ഈ സിനിമ 10 മണിക്ക് തുടങ്ങുള്ളൂ. കാരണം നിങ്ങളത് ഒരിക്കലും അങ്ങനെ തെറ്റായിട്ട് വിചാരിക്കുക. കാരണം അത് നമ്മളും വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ടൈമിൽ ഇപ്പോൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഇത് 10 മണിക്ക് തുടങ്ങുള്ളൂ, നമ്മൾ ആ ഷോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതല്ലാതെ ഇതിന് മുമ്പൊരു ഷോ ഉണ്ടാവില്ല. അത് അതിൻ്റെ ഇടയിൽ ലാലേട്ടനും ഒക്കെ നമ്മളോട് ഒരുമിച്ച് തന്നാണ്. കാരണം ഇതിനൊരു ബഹളം വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ബഹളം വന്നോളൂ. അല്ല, ആ ബഹളം ഞാൻ പറഞ്ഞത് പ്രേക്ഷകർ തീരുമാനിച്ച ബഹളമാവുമല്ലോ. നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് മലയാളികൾ. ആ ഒരു വിശ്വാസം വെച്ച് തന്നെ നമ്മൾ പോയി എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഇത് ഓവർ കോൺഫിഡൻസ് ഓടിയതിന് ശേഷം എന്ന് പറയുന്നതല്ല, പക്ഷെ അങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് തീർത്തും നമ്മളെ അത് നിരാശപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. ഈ പടം റിലീസായപ്പോൾ തൊട്ട് തന്നെ പിന്നെ ഒരു സൈഡിൽ നിന്ന് ട്രോളുകൾ വരാൻ തുടങ്ങി. ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാർ വരുന്നു, തെലുങ്കിൽ നിന്ന് വിക്ടറി വെങ്കടേഷ് വരുന്നു, റൈറ്റ്സ് ചോദിച്ചിട്ട് വന്ന്. ഇപ്പോൾ തുടരേണ്ട റീമേക്ക് റൈറ്റ്സ് ആക്ച്വലി സോൾഡ് ആണോ? അല്ല, റീമേക്സ് റൈറ്റ്സിന് വേണ്ടി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ഭയങ്കര അഭിമാനം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് മികച്ച നടന്മാർ
ഈ സിനിമ കണ്ടു കഴിഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി ഷോസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ നമ്മുടെ ഒരു നേട്ടമായി ഞാൻ കാണുന്നത്. കാരണം ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതിൻ്റെ അല്ല, പക്ഷേ അവരൊക്കെ ഇത് കാണണമെന്നും അവിടെയൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ നമ്മൾ ഇത് ഡബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവിടെയൊക്കെ നല്ല റിവ്യൂസും നല്ല കാര്യങ്ങളും നമുക്ക് കിട്ടി. അപ്പം നമുക്കൊരു മലയാള സിനിമയ്ക്ക് സാധാരണ കിട്ടാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ മലയാളം പടങ്ങൾ മാത്രമാണ് സൗത്തിൽ മറ്റു ലാംഗ്വേജിൽ അങ്ങനൊരു റീച്ച് ഇല്ലാതെ പോകുന്നത്. അത് നമ്മളിപ്പം എമ്പുരാൻ വന്നപ്പോഴാണ് അങ്ങനെ അത് കിട്ടിയത്. കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടെ എത്തി. പക്ഷെ അതിന് പുറകെ നമുക്ക് അടുത്ത നെക്സ്റ്റ് പിന്നെ മഞ്ഞുമൽ ബോയ്സിനും കിട്ടിയിരുന്നു. പ്രേമലു അവിടെ തെലുങ്കിലോടി അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മലയാള സിനിമയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മലയാള സിനിമകൾ മറ്റുള്ളവർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കുറച്ചുകൂടെ ഈ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. റീമേക്ക് പിന്നത്തെ കാര്യം, പക്ഷേ നമ്മുടെ സിനിമകൾ അവർ കാണുന്നു എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഈ മനസ്സിലാകാനൊരു ആഗ്രഹമുണ്ടോ ലാൽ സർ ഇതോട് വേറെ ഭാഷയിൽ ഇന്നാൾ ചെയ്യണം എന്നൊക്കെ? എനിക്കതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ വ്യക്തിപരമായ കാര്യം പറയാണ്, എനിക്ക് അങ്ങനെ ഒരാളെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഈ മൈന്യൂട്ടായിട്ടുള്ള പല ഒരു കാര്യങ്ങൾ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മളിപ്പോൾ കിരീടം നമ്മൾ അവിടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗർദിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണുകൾ ഭയങ്കര ഭീകരമായി വർക്ക് ചെയ്യും. എന്താണ് അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ തന്മാത്ര കണ്ടിട്ടോ അല്ലെങ്കിൽ ഭ്രമരം കാണുമ്പോഴോ സതയം കാണുമ്പോഴോ കിരീടം കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട നിർവികാരനായ താളവട്ടത്തിലിരിക്കുന്ന കാണുമ്പോഴും ഒക്കെ നമ്മൾ എന്തെല്ലാം തരം മുഖങ്ങളാണ് കണ്ടിട്ടുള്ളത് ഇല്ലേ? ചിത്രത്തിൽ അവസാനത്തെ സീക്വൻസൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുമോ? ഉത്സവപ്പറ്റെന്നിൽ കയറ് കുരുക്കിട്ടിട്ട് ചാടുന്ന ആളെ അങ്ങനെ എത്രയോ കാര്യങ്ങൾ. അത് എന്ന് വെച്ചാൽ അത് നമ്മുടെ മുമ്പിൽ ഒരാൾ ചെയ്യുന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരാളാണ്. ആക്ട് ചെയ്യുന്നതായിട്ടല്ലല്ലോ തോന്നുന്നത്. അത് ഇതിൽ എത്രയോ അങ്ങനത്തെ സീക്വൻസ് ഉണ്ട്. അത് ഒരു ഭയങ്കര വെല്ലുവിളിയാണ്. അത് ആക്ട് ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടല്ല. ഹീറോസ് എന്ന് പറയുന്നവർ അത്ര കോപ്പറേറ്റ് ചെയ്ത് ഈ മഴയത്തും ഒക്കെ നിന്നാലേ പറ്റുള്ളൂ. ഇതൊരു പെട്ടെന്നൊരു സ്റ്റാർഡോ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഉണ്ട് സൂപ്പർ സ്റ്റാറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് അത്രയ്ക്കും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാൾ അത് അങ്ങനെ വരണം. അത് ആളില്ലാഞ്ഞിട്ടില്ല, പക്ഷെ അവർ ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് എനിക്കറിയില്ല. തരുൺ ഇപ്പോൾ എവിടെയാണ്? തരുണ് ലോകത്ത് തരുൺ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഞാൻ പറയുന്ന നാഷണൽ അവാർഡ് കിട്ടിയ അതിനേക്കാൾ സന്തോഷത്തിലാണ് നടക്കുന്നത്. കാരണം നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു പെട്ടെന്ന് പ്രഖ്യാപിച്ചു 3-4 ഇത് തരുൺ പറയുന്ന ചേട്ടാ അത് 3-4-5 ദിവസം ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ നിർത്തി. ഇതെനിക്ക് ഫോൺ എടുക്കാനേ പറ്റുന്നില്ല. അത്ര സന്തോഷത്തിലാണ്. കാരണം അത് എന്താ വെച്ചാൽ ചെറിയ പ്രായത്തിൽ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കുക, അത് ഇത്രമാത്രം പ്രകീർത്തിക്കപ്പെടുക, അത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ലേ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇത് ഇറങ്ങാൻ മുമ്പ് ദൃശ്യമായിട്ടുള്ള സാമ്യ ആളുകൾ പറഞ്ഞിരുന്നു. ജിത്തു ജോസഫ് ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഇതുവരെ? കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ടുണ്ട് എന്നോട് വിളിച്ചേനെ. കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചേനെ. കണ്ടിട്ടില്ല. എന്നെ വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് ഫാമിലി എന്ന് പറയുന്നതേ ഉള്ളൂ. അതെ ഫാമിലിയും പിന്നെ ചെറിയൊരു മിസ്റ്ററിയും അത് അതേ ഉള്ളൂ. അത് വെച്ചാണ് പറയുന്നത്. അത്തരം കഥകൾ നമുക്ക് എത്രയോ നമുക്ക് പണ്ട് തൊട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഈ തുടരും ഫോണ്ട് കണ്ടുപിടിക്കാൻ എത്ര നേരം പിടിച്ചു? അത് ശരിക്കും പറഞ്ഞാൽ ഈ യെല്ലോ ടൂത്ത് എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് എഴുതിയിരിക്കുന്നത്. അവരൊരു എനിക്ക് തോന്നുന്നൊരു 100 പ്രാവശ്യമെങ്കിലും പല പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നമുക്ക് വന്ന് അവർ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ പലതരത്തിൽ എഴുതിയിട്ട് ഏറ്റവും അവസാനം തരുണിൻ്റെ ഒരു കാര്യമാണ് ആ തുന്നിക്കെട്ട് ചേർക്കുന്നത്. അത് അതിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ, തയ്ച്ചു വെച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ അത് ഉൾപ്പെടെ വന്നിട്ട് അപ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു തൂ എന്ന് പറയുന്ന പഴയ കണ്ടിട്ടുണ്ടോ? അതെ, പഴയ ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് അതെ രാ വെച്ചിട്ട് ജൂ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പഴയതിൽ നിന്ന് പുതിയതിലേക്കാണ് അങ്ങനെയാണ് പോകുന്നത്. അതിനകത്തൊരു ബ്രില്യൻസ് ഉണ്ട്. അത് പഴയ കാല ലിപിയിൽ നിന്ന് പുതിയതിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ രൂ എന്നിങ്ങനെ വരാവൂ. അതല്ല വന്നിരിക്കുന്നത്. വെച്ചാൽ അതൊപ്പം വെച്ചാൽ അത് കാലഘട്ടത്തിൻ്റെ ഒരു യാത്രയാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. തുടരും
ശോഭന മാമിനെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടാ. കാരണം അവരെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അവരത്ര എളുപ്പമുള്ള നടിയാ. മാത്രമല്ല അവരുടെ ഡേറ്റ്സ് കിട്ടാന്ന് പറഞ്ഞാൽ അതിലും പാടാണ്. ഇതിലവരെ കൊണ്ട് ഇതുവരെ അവർ ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് പെർഫോമൻസുമാണ്. ആദ്യമായിട്ട് അവർ ഡബ് ചെയ്യുന്നു അവരുടെ ഓൺ വോയിസിലൊക്കെ. ശോഭന എന്നെ വെക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് അവരുടെ ഡേറ്റുകൾ കിട്ടാൻ ശ്രമകരമാണെങ്കിൽ ആ ചോയ്സ് തരുണിൻ്റെ ആയിരുന്നു സാറിൻ്റെ ആയിരുന്നു? അല്ല വെച്ചാൽ ഇതിനകത്ത് ആദ്യം നമ്മൾ സ്ഥിരം കുറേ ആളുകളൊക്കെ അങ്ങനെ വരാൻ പറ്റാത്ത വേഷം എന്ന് വെച്ചാൽ ഇത്രയും വയസ്സായ മക്കളുണ്ട്, അങ്ങനെ കുറേ കാര്യമുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കാസ്റ്റിങ്ങിൽ ഒരു ഡിഫറൻസ് എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് തരണം ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ശരിക്കും അപ്രോച്ച് ചെയ്ത് സംസാരിച്ചാണ് ജ്യോതികയുടെ അടുത്ത്. ജ്യോതിക്ക് കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു മാസം കഴിഞ്ഞ ഡേറ്റ് ഉള്ളൂ. ജ്യോതിക ഇപ്പം പടം കണ്ടിട്ട് വിളിച്ചിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്തായിരുന്നു പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നത് എൻ്റെ അഭിപ്രായം പറയാണ്, അത് കറക്റ്റ് ശോഭന തന്നെയാണ്, ആണ് ശോഭന തന്നെയാണ്. പക്ഷെ ശോഭനയെ വേണമെന്ന് ആദ്യം ആലോചിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് നിരന്തരം പല കാര്യങ്ങളും നടക്കുക വന്നപ്പോൾ തെരഞ്ഞെടുത്ത് പറഞ്ഞു, ചേട്ടാ എത്ര അടുപ്പമുള്ളല്ലേ. അപ്പോൾ ഞാനുമായിട്ടും ഫിപ്പിയായിട്ടും നല്ല അടുപ്പമാണ്. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എങ്ങനെയാണ് ചേച്ചി നമുക്കിത് എനിക്കിവിടെ ക്ലാസ് അംബാനിയുടെ അവിടെ എനിക്ക് ആ സമയത്ത് പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ വന്നു പോകും? അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ, ഇല്ല എനിക്ക് എല്ലാ ആഴ്ചയിലും 2-3 ദിവസം വെച്ച് പ്രോഗ്രാംസ് ഇപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അതെല്ലാം എന്തായാലും പോട്ടെ, നമുക്ക് ഈ സിനിമയുടെ കഥയൊന്ന് കേട്ടോ. കഥ കൊള്ളൂല്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി എന്നാൽ പിന്നെ നമുക്ക് കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തരുണിൻ്റെ നമ്പർ ഇട്ട് കൊടുത്തു. ഈ നമ്പറിൽ നിന്നായിരിക്കും കോൾ വരുന്നത്, ഞാൻ തരുണിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. തരുൺ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് ശോഭനയുടെ കോൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു വീഡിയോ കോളിലാണ് തരുൺ പറയുകയും കഥ കേട്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, കഥ കേട്ടു, കഥ പടം സിനിമ ഓടും കേട്ടോ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ആ സമയത്ത് തന്നെ സിനിമ ഓടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഥ കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര പാടാണ് ചെയ്യുന്ന കാര്യം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ഡേറ്റുകളൊക്കെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അയച്ചു തന്നു, ഞാനത് നോക്കിയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഉള്ളതും ഇല്ലാത്ത ഡേറ്റുകളും നിന്നിട്ട് അതിനനുസരിച്ച് ചാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേട്ടനോടും ലാലേട്ടനോടും പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേൽ മാനേജ് ചെയ്യാം. അന്ന് ചേട്ടൻ അന്ന് ബിഗ് ബോസും ഷൂട്ടുണ്ട്. അപ്പോൾ ശോഭന ചില ദിവസം ബിഗ് ബോസ് ആണ്, അപ്പം ശോഭന ഫ്രീ ആയിട്ടിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ശരിക്കും അതിനകത്ത് നമ്മളൊന്ന് ആലോചിക്കും, ഒരു സാധാരണ ഒരു ആളാണെങ്കിൽ അതിൽ അടിക്കുന്നു, ചവിട്ടുന്നു, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഭീകരമായി അതിനെ കോപ്പറേറ്റ് ചെയ്യാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ശരിക്കും പറഞ്ഞാൽ അത് ഞാനത് പറയുന്നത് വെച്ചാൽ ഒരു ആ ലാത്തി കൊണ്ടുള്ള കൈ അടി കിട്ടിയിട്ട് ഭീകരമായി കൈക്ക് അടി കിട്ടിയിട്ട് അപ്പം അന്നേരം അറിഞ്ഞില്ല, ഭയങ്കര വേദന എടുക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചു തന്നു, കൈക്ക് ഈ കളറാകുന്നു എന്ത് ചെയ്യണം. അതിന് കൈ നീല കളറായി അടി കൊണ്ടിട്ട് എന്ന് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് ഡോക്ടറെ വിളിച്ച് കാണിക്കണോ? ഇല്ലില്ല, ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ കുറച്ച് കളർ മാറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അയച്ചത്. ശരിക്കും ഭയങ്കര വേദനിക്കുന്ന ഒരു അടിയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര നീല കളർ. എന്തെന്ന് വെച്ചാൽ പഴയ കാര്യം അവരെക്കുറിച്ചൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, കലാകാരി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കലാകാരിയാണ്. കാരണം അത് ഇങ്ങനെ കലാജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളാണ്. ഈ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, അവരൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ മാനേജ് ചെയ്യാം, അത് എപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്? ചെറിയ പ്രായത്തിൽ തന്നെ മോൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റാണ്, മാനേജ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരു 2 കൺട്രീസിൻ്റെ ഒക്കെ സമയത്തൊട്ടേ ഉണ്ട്. പിന്നെ പാട്ടുകൾ ബാക്കിയുള്ളത് എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയും. അപ്പോൾ എല്ലാം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കിൽ ഭയങ്കര സ്ട്രോങ് ആയി ആരും അറിയാതെ കുറേ കാലമായിട്ട് നിൽക്കുകയായിരുന്നു. അല്ല സാർ, ഇടപെടല്ല. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ പലപ്പോഴും പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സാറിനെ പോലെയൊക്കെ കുറേ കാലമായിട്ട് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാർക്ക് എതിരെ നേരിടുന്നൊരു വിമർശനമുണ്ട്. ഇവർക്ക് ഇപ്പോഴത്തെ സിനിമ അറിയില്ല, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ അറിയില്ല, ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു വിമർശനം ഉണ്ടല്ലോ പലപ്പോഴും. അത് ഇവരിപ്പോൾ പടം ചെയ്യുന്നില്ല, ഇവരാണ് എന്നിട്ട് ഇപ്പോഴത്തെ സിനിമകളെ വിമർശിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും യങ് ആയിട്ടുള്ള ഒരാൾ വന്നത് വലിയൊരു വാല്യൂ. തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും
ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനല്ല, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇങ്ങനെ അപ്പോൾ എല്ലാം കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ബാക്കിൽ വളരെ നിൽക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു വെബ് സീരീസ് വന്നപ്പം ഞാൻ പറഞ്ഞു അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് മോളൂടെ വാ. അപ്പോൾ ആ സമയത്തും നമ്മൾക്കിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും വന്ന് നിൽക്കാൻ പറ്റില്ല. എങ്കിലും ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ വന്ന് നിന്നിട്ട് പിന്നെ തിരിച്ചുപോയി അങ്ങനെ ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഇന്ന് നിങ്ങൾ പറയുന്ന വിജയത്തിൻ്റെ മാർക്കറ്റിങ്ങിൽ ഇത് ബാക്കിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ കൈ ഇതാണ്. കാരണം ഈ ഹൈപ്പ് പോകരുത്, ഇന്നതേ പോകാവൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അതിൽ ഈ മറ്റേ അപ്പം ജേക്സ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മോളാണ് പറഞ്ഞത് പുറപ്പെടുന്നതെന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ആദ്യമേ പോകണം, അത് ആദ്യം പോയാൽ അത് ആളുടെ മനസ്സിലെത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അതൊരു പുതിയ ഒരു കാര്യമാണ്. ചില ഉദാഹരണങ്ങളും പറയും. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് അത് വിടുന്നു. നമ്മളത് പിന്നെ എല്ലാവരും അത് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു എന്ത് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് സിനിമ കണ്ടുകൊണ്ടറിയാം, ക്ലൈമാക്സിൽ മാത്രം വരുന്ന കാര്യമാണ്. അപ്പോൾ ആ ക്ലൈമാക്സിൽ ഇത് വരുമ്പോൾ നേരത്തെ കേട്ടിട്ടില്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിപരമായ കാര്യങ്ങൾ നമ്മളിതിനകത്ത് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ശരിക്കും പുതിയ തലമുറയും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. തരുണും പുതിയ തലമുറയാണ്. അവന്തിക മാം ഹാപ്പിയാണോ ചിപ്പി മാം? അയ്യോ അപ്പോഴെങ്കിലും ചിപ്പി മാമിനെ ഇതിലേക്ക് ഏതെങ്കിലും റോളിലേക്ക് കൊണ്ടുവരണം അങ്ങനെ തോന്നി? ഇതിനകത്ത് എന്ത് ചെയ്യും? അതല്ലേ, അല്ല ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെബ് സീരീസ് ചെയ്തപ്പം അതിനകത്ത് ഇല്ല. അതിന് മുമ്പ് ചെയ്ത 2 കൺട്രീസാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ അങ്ങനത്തെ ഒരു കാര്യം വന്നാൽ ഡെഫിനറ്റായിട്ട് ചെയ്യും. കാരണം അതിനൊരു പ്രശ്നമുള്ളതല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു ഏജിലേക്ക് എത്തുന്നത് വരെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഭയങ്കര ഏജ്ഡായിട്ട് ഇപ്പം വന്ന് പെട്ടെന്ന് ചിപ്പിക്ക് അഭിനയിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത്തരം വേഷങ്ങൾ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കുറേ കാലമായിട്ട് എനിക്ക് ചിപ്പി അവനെ എപ്പോഴും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം ചോദിച്ചോട്ടെ, അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല എന്ന് ചോദിക്കുക. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ പറ്റി സംസാരിക്കാൻ ജയരാജ് വാര്യർ വരുന്നത് പോലെയാണ് ആറ്റുകാൽ പൊങ്കാല ഉണ്ടാകുമ്പോൾ ചിപ്പി മാം വരുന്നത്. ഭയങ്കര ഡെഡിക്കേഷനാണ് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുകയും ചെയ്യുക, അതിനൊരു എഫേർട്ട് ഇല്ലേ എപ്പോഴും? അതെന്താണെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് തൊട്ടേ പൊങ്കാല ഇടുന്ന ആളാണ്. അപ്പോൾ ഒരു ഭയങ്കര ഭക്തിയോടുകൂടി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് ഈ TV മാധ്യമങ്ങളൊക്കെ വന്ന് ഇപ്പം ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയ ഒക്കെ വന്നത്. പക്ഷെ അതൊന്നും അല്ല, എത്രയോ വർഷങ്ങൾ ബാക്കിലേക്ക് ചിപ്പി ഇങ്ങനെ പോയി ഇടുകയും ചെയ്യും. പിന്നെ അന്ന് തൊട്ടേ ചിപ്പിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന് അവിടെ പോയി അടുത്ത് തന്നെ ഇടണം. അത് എല്ലാവർക്കും അറിയില്ല, ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. തലേദിവസം ഈ കൊതുമ്പും ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ച് ഈ കാര്യങ്ങൾ ചെയ്ത് അതൊരു ചിപ്പി ഒട്ടും ഒരു രക്ഷയില്ലാത്ത ഭക്തിയാണ് ഇത്തരം കാര്യത്തിൽ. കാരണം വെച്ചാൽ അതുകൊണ്ട് ചിപ്പി അറിയാതെ ആറ്റുകാൽപ്പം കലയുടെ ആളായിട്ട് മാറി. അല്ലാതെ ചിപ്പി അത് ഉദ്ദേശിച്ചിട്ടില്ല, അത് അങ്ങനെ വരുന്നതാണ്. കാരണം ശരിക്കും യഥാർത്ഥ ഭക്തയാണ്. അത് ഭയങ്കരമായ ഭക്തിയോടുകൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് വർഷങ്ങളായിട്ട് അതിന് എന്തോ ഒരു തയ്യാറെടുപ്പാണെന്നറിയാം. എത്ര ദിവസങ്ങൾക്ക് മുമ്പേ ഓരോന്ന് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മറ്റേ കൊതുമ്പ് വയ്ക്കുന്നു, ഇത് വയ്ക്കുന്നു, അത് കീറി വയ്ക്കുന്നു, അങ്ങനെ കലം വാങ്ങിക്കാൻ പോകുന്നു, അങ്ങനെ മുഴുവൻ തനിയെ പോയി വാങ്ങിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ സോഷ്യൽ മീഡിയ വിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇത് എടുക്കാൻ പോകുമ്പോൾ ചിപ്പി ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് പോകുന്നത്. കാരണം അവരുടെ വീഡിയോസാണ് ഏറ്റവും അധികം ഈ പൊങ്കാല സമയത്ത് ഓടുന്നത്. നിങ്ങളതിനെ പറ്റി എത്രത്തോളം അവെയർ ആണെന്നറിയില്ല. നമുക്കറിയാം നമ്മളെ, പക്ഷെ അത് സ്നേഹത്തോടെയാണ് ട്രോളാണ്. അത് സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ, അല്ലാതെ ഇത് ഇങ്ങനെ പറയുന്നത് വെച്ച് ചിപ്പിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അത് അല്ലല്ലോ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. എപ്പോഴാണ് ഞാൻ അടുത്ത സിനിമ? ശരിക്കും അങ്ങനൊരു ചിന്തയില്ല. എൻ്റെ ഏറ്റവും സിനിമകൾ സത്യത്തിൽ അറിയാം, ഒരു കഥ എങ്ങനെങ്കിലും വന്നു വീണ് ആ കഥ കൃത്യമായി കണ്ടിട്ട് അതിനെ ഒരു സിനിമയാക്കി വരാനുള്ളൊരു സമയം എടുക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതലും സമയം കൂടുതലെടുക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഞാൻ എപ്പോഴും ഇതിലും എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്, നമ്മളൊരു നിർമ്മാതാവെന്ന് മാത്രം ആലോചിച്ചാൽ പോരാ, നമുക്ക് നഷ്ടം വരാം ലാഭം വരാം. പക്ഷെ ഒരു സിനിമയുടെ ബാക്കിൽ ഒരുപാട് ആളുകളും പിന്നെ ഈ സിനിമ വരുമ്പം തൊട്ട് പ്രതീക്ഷിക്കുന്ന തിയേറ്ററുകളുണ്ട്, ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരുണ്ട്,
ഇവരെല്ലാവരും നമ്മൾ പറ്റിക്കുന്ന സിനിമ എടുക്കാതെ പിന്നെ അബദ്ധമൊക്കെ പറ്റാം, പക്ഷെ നിരന്തരം നമ്മളങ്ങനെ ചെയ്താൽ ആളുകൾ നമ്മളെ കുറ്റം പറയില്ലേ. അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പ് ആയി വരുന്നേ ഉള്ളൂ. ഇനി തയ്യാറെടുപ്പ് വെച്ചാൽ സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു കഥയൊന്നും പൂർണ്ണമായ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. പല സംവിധായകരും അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലുണ്ട്. കാരണം വെച്ചാൽ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്കതിലേക്കൊരു നല്ല കഥയാണെന്ന് വരെ നമ്മളത് അതിനുള്ള ഒരു സമയം കണ്ടെത്തി. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളൂ. കാരണം നല്ല സിനിമയാകണം എന്നുള്ളതാണ് കൂടുതലും ആഗ്രഹം. എത്രയോ തിയേറ്റർ ഓണേഴ്സാണ് പറയുന്നത് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി, ഞങ്ങളുടെ ലോണുകൾ അവസാനിച്ചു എന്നൊക്കെ പറയുന്നത്. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. കാരണം ഈ അവർ ഈ നമുക്ക് തിയേറ്റർ ഇപ്പം നടത്തിക്കൊണ്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അവരുടെ സന്തോഷം അതിനേക്കാൾ നമുക്ക് വലിയ കാര്യമാണ്. കാരണം അവരത്ര നല്ല മനസ്സോടെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഒരു ഘടകമല്ലേ. അങ്ങനെ എത്രയോ പേരോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അല്ല നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിന് പകരം ഒരു നല്ല സിനിമ ഉണ്ടാകാൻ അടുത്തത് ഇനിയും അതിനേക്കാൾ ടെൻഷനാണ്. കാരണം ഇത്രയും നല്ല അഭിപ്രായം കിട്ടുമ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യും. അത് ബാക്കിയൊക്കെ നമ്മൾ മാത്രമല്ലല്ലോ. ഞാനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, പക്ഷെ ഞാൻ സെറ്റിൽ പോയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്ന പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഈ തുടരുന്നുള്ള എഴുത്ത് തൊട്ട് ഇപ്പോൾ ഈ പോസ്റ്റർ വരെ ഇൻവോൾവ് ആയ ഒരു പ്രൊഡ്യൂസറെ കാണുന്നത്. എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ച് നമുക്ക് അവിടെ ഇപ്പോൾ ഇവരൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരുടെയും പേരുകൾ അറിയാം. എല്ലാവരും ഈ 100ഓളം ദിവസം നമ്മൾ കാണുകയല്ലേ. അപ്പം നമ്മളൊരു കുടുംബം പോലെ നമ്മൾ എല്ലാവരുമായിട്ട് നടന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഈ സിനിമ ഓടുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ സന്തോഷമാണ് നമുക്ക് ആദ്യം നമുക്ക് കിട്ടുന്നത്. അവരെന്ത് സ്നേഹത്തോടാണെന്നറിയാം വിളിക്കുന്നത്. ഈ ചെറിയ ആളുകളെല്ലാവരും ഈ സിനിമ ഓടിയിൽ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ നിന്ന് ഒരു നിർമ്മാതാവ് അങ്ങനെ ആകണം. പിന്നെ നമ്മൾ അവിടെ തന്നെ ഉള്ളപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്ടർ വന്ന് നമ്മളോട് ചോദിക്കും, ചേട്ടാ ഇത് ഇപ്പം എടുക്കാമെന്ന് ചേട്ടൻ നോക്ക്, നമുക്കൊന്ന് എന്തെങ്കിലും ഇതെല്ലാം ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അത് എപ്പോഴും വേണം, സിനിമയ്ക്ക് അത് വേണം. അല്ലാതെ ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തോളൂ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒരാളുണ്ട് എന്ന് പറഞ്ഞ് നോക്കാതിരുന്നാൽ എൻ്റെ വിശ്വാസത്തിൽ സിനിമ വലിയ പാടാണ്. സംഭവിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ എങ്കിലും നമ്മളുള്ളത് കുറച്ചുകൂടെ നല്ലതാണ്. ഈ സിനിമയുടെ 100 കോടിയോ അല്ലെങ്കിൽ 200 കോടിയുടെ ഒക്കെ ഷീൽഡ് പ്രതീക്ഷിച്ച് ഈ സിനിമയുടെ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുന്നു. എന്നോട് അഭിനൊക്കെ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഷീൽഡ് കിട്ടിയിട്ടില്ല ബ്രോ, ഇതിൻ്റെയാണ് ആദ്യത്തെ ഷീൽഡ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷം എന്തായാലും ഉടനെ ഉണ്ടാവട്ടെ. അത് എന്താ വെച്ചാൽ എന്തായാലും ഈ ഒരു സിനിമ ഞാൻ അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളും ചെയ്തിട്ടുമില്ല, വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഭയങ്കര ഒരു എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു സിനിമ, ആഘോഷിക്കപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അതിനൊരു ആഘോഷം എന്തായാലും വേണമല്ലോ. അതുകൊണ്ടത് എന്തായാലും ഉണ്ടാവും. മൂവി വേൾഡ് മീഡിയയിലേക്ക് ഇത്ര നേരം സമയം അനുവദിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ഗുഡ് ഫിലിംസ്. താങ്ക് യു. താങ്ക് യു.